അൽ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 10 വർഷം താമസിച്ച് ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹുവിൻ്റെ സഹോദരനാണ്. ശാരീരികമായി വളരെ മെലിഞ്ഞൊട്ടിയ ശരീരം, കണ്ടാൽ ഒരാൾ പിന്നീട് നോക്കാൻ ആഗ്രഹിക്കാത്ത വിധം ഒരുപക്ഷെ വിരൂപിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചരിത്രത്തിൽ ധീരത കൊണ്ട് ഏതൊരാളും കാണാൻ കൊതിക്കുന്ന, ഏതൊരാളും ഇഷ്ടപ്പെടുന്ന ഒരു മഹാവ്യക്തിത്വമായി മാറിയ മഹാൻ കൂടിയാണ് ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ പ്രസിദ്ധമായ ഒരു ഭാഗമാണ് മുസൈലിമത്തുൽ കദ്ദാബുമായി നടന്ന യുദ്ധത്തിലെ ബറാ റളിയല്ലാഹു അൻഹുവിൻ്റെ സാന്നിധ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് വ്യത്യസ്ത ഗോത്രങ്ങളും പല വിഭാഗവും പുറത്തേക്ക് പോകുന്നൊരു സന്ദർഭം. ആ സന്ദർഭത്തിൽ സുദീഖ് റളിയല്ലാഹു അൻഹു ഉറച്ചൊരു തീരുമാനം എടുക്കുന്നു. മുസൈലിമത്തുൽ കദ്ദാബ് ഉൾപ്പെടെയുള്ള പുറത്തേക്ക് പോയ കക്ഷികളോട് ഉറച്ച നിലപാടിൽ നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ഒരു തവണ ഇത്ര ശക്തമാക്കണോ എന്ന് ചോദിച്ചിരുന്ന അത്ര വളരെ വലിയൊരു ഘട്ടം. ആ ഘട്ടത്തിൽ മുസൈലിമത്തുൽ കദ്ദാബുമായുള്ള യുദ്ധത്തിൽ ഓരോ സംഘത്തെയും സംഘമായി തിരിച്ച് യുദ്ധത്തിന് തയ്യാറാക്കി അയക്കുകയാണ്. ഇക്രിമത്തുൻ അബീ ജഹൽ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലാണ് സൈനിക മുന്നേറ്റം നടക്കുന്നത്. ഒന്നാമത്തെ സൈനിക മുന്നേറ്റത്തിൽ വൻ പരാജയം നേരിടുകയും അതൊരു പ്രതിസന്ധിയായി മാറുകയും ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ സൈന്യത്തെ ഒരുക്കുന്നു. ആ സൈന്യത്തിൻ്റെ മുൻനിരയിൽ ഒന്നാം ഘട്ടത്തിൽ ഇറങ്ങുന്നത് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. വലിയ പോരാട്ടം കാഴ്ചവെച്ചു, ധീരമായി പോരാടി. പക്ഷേ സാബിത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായി. ശേഷം സെയ്ദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോരാട്ടത്തിനിറങ്ങുന്നു. വലിയ പോരാട്ടം നടക്കുന്നു. പക്ഷേ സെയ്ദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്മാറുന്നു, വഫാത്താകുന്നു. അതിനുശേഷം സാലിം റളിയല്ലാഹു അൻഹു ഇറങ്ങുന്നു. വലിയ പോരാട്ടങ്ങളൊക്കെ കാഴ്ചവെക്കുന്നു. പക്ഷേ അവരും വഫാത്താകുന്നു. അപ്പോഴേക്ക് ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ടെൻറ്റിലേക്ക് ശത്രുക്കൾ എത്തിപ്പോയി. ഖാലിദ് റളിയല്ലാഹുവിൻ്റെ ഭാര്യയെ കൈകാര്യം ചെയ്യുന്നിടത്തെത്തിയപ്പോൾ തലനാരിയൊക്കെയാണ് രക്ഷപ്പെടുന്നത്. ഈ ഘട്ടം എത്തിയപ്പോൾ ഇത് സൈന്യത്തിന് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി ഖാലിദ് റളിയല്ലാഹു അൻഹു ബറാ റളിയല്ലാഹു അൻഹു ക്ഷണിച്ചു. ബറാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ദയവായിട്ട് ബറാഇനെ നിങ്ങൾ നേതൃത്വത്തിൽ നിർത്തരുതേ. അദ്ദേഹം എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റൂല, അത്ര ധീരനാണ്. അതേപോലെ വളരെ ശൂരമായ മുന്നേറ്റമായിരിക്കും അദ്ദേഹത്തിൻ്റെത്. ബറാ റളിയല്ലാഹു അൻഹുവിനെ ഇറക്കി. ബറാ റളിയല്ലാഹു അൻഹു തൻ്റെ സംഘത്തെ, അൻസ്വാരികളായ സംഘത്തെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അവരോട് പറഞ്ഞു, ഇനി മദീനയില്ല, ഇനി അള്ളാഹുവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. നമുക്ക് മറ്റൊരു അഭയമില്ല. ആ അഭയം മാത്രം മനസ്സിൽ കണ്ട് പോരാടുക. ബറാ റളിയല്ലാഹു അൻഹു മുന്നിലങ്ങ് ഇറങ്ങിയിട്ട് ശത്രു സൈന്യത്തിൻ്റെ ഇടയിലേക്ക് ഇരച്ചങ്ങ് കയറി. ആ മുന്നേറ്റത്തിൽ പ്രഗത്ഭരായ ശത്രു സൈന്യത്തിലെ നിരവധി പേർ മരിച്ചു വീണു. അപ്പോഴേക്ക് ശത്രു സൈന്യം ഇളകി. ആ പോരാട്ടത്തിൽ തൻ്റെ കൂടെയുള്ള സൈന്യവും ഇതുപോലെ ഇറങ്ങി പോരാടി. അപ്പോഴേക്ക് മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ സൈന്യം അവരുടെ ഒരു പ്രത്യേക തോട്ടം, വലിയ മതിൽ കെട്ടിയിരുന്ന കോട്ടക്കുള്ളിലേക്ക് ഓടിക്കയറി. അവർ കോട്ട കൊട്ടിയടച്ചു. ചരിത്രത്തിൽ പിന്നീട് ഹദീഖത്തുൽ മൗത്ത്, മരണത്തോട്ടം എന്നറിയപ്പെട്ട ആ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് മുസൈലിമയുടെ സംഘം ഓടിക്കയറി വാതിലടച്ചപ്പോൾ ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വളരെ മെലിഞ്ഞൊട്ടിയ ഭാരം കുറഞ്ഞ ശരീരമായതുകൊണ്ട് ഒരു പരിച എടുത്തു വെക്കാൻ പറഞ്ഞു. ഞാൻ ആ പരിചയുടെ മുകളിലിരിക്കും, നിങ്ങൾ കുന്തം കൊണ്ട് ഈ പരിച ഉയർത്തിയിട്ട് ഈ വലിയ കോട്ടയിലേക്ക് എന്നെ എറിയണം. ഞാൻ ഒന്നുകിൽ അതിൻ്റെ ഉള്ളിൽ ഷഹീദാകും, അതല്ലെങ്കിൽ കോട്ടയുടെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നാൽ ചറപ്പറ കയറി പോരാടിക്കൊള്ളണം. അപ്പോൾ ബറാ റളിയല്ലാഹു അൻഹു കോട്ടയുടെ വാതിൽക്കലേക്ക് വീഴുന്നു. അടുത്തുള്ള 10ഓളം പേരെ വകവരുത്തുന്നു. അപ്പോഴേക്ക് ശരീരത്തിൽ ഒരുപാട് മുറിവേറ്റിട്ടുണ്ട്, ഒരുപാട് കുന്തത്തിൻ്റെ കുത്തേറ്റിട്ടുണ്ട്. അതൊന്നും വകവെക്കാതെ കോട്ടയുടെ വാതിൽ വലിച്ചു തുറന്നു. മുസ്ലിം സൈന്യം അകത്തേക്ക് ഇരച്ചു കയറി. പോരാട്ടം ശക്തമായി നടന്നു. മുസൈലിമത്ത് അവിടെ മരിച്ചു വീണു. അതോടൊപ്പം നിരവധി പേർ ആ തോട്ടത്തിൽ മരിച്ചു വീഴുകയും മുസ്ലിം സൈന്യത്തിന് വിജയമുണ്ടാവുകയും ചെയ്തു. ഈ ചരിത്രപരമായ വിജയം, മുസൈലിമത്തുൽ കദ്ദാബുമായുള്ള ആ യുദ്ധം വിലയിരുത്തുമ്പോൾ
എടുത്തു പറയത്തക്ക മഹാനായിരുന്നു, എടുത്തു പറയത്തക്ക വ്യക്തിത്വമായിരുന്നു അൽ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ സാന്നിധ്യം ശ്രദ്ധേയമായൊരു യുദ്ധമാണത്. പക്ഷേ അവിടെ നിന്ന് മറങ്ങുമ്പോൾ മഹാനവറുകൾക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം ആ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരുടെ ഒരു അഭിലാഷം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ പരലോകത്തേക്ക് എനിക്കും ഷഹീദായി യാത്രയാകണം, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, അഥവാ മനുഷ്യൻ്റെ ഏറ്റവും ഔന്നത്യമുള്ള ഒരു ജീവിതം അത് സമ്മാനിക്കാൻ കാരണമാകുന്നൊരാദർശം, ആ ആദർശം മുസ്ലിം സമൂഹത്തിലേക്ക്, മനുഷ്യ സമൂഹത്തിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി, സമർപ്പിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കാനുള്ള ഒരു വ്യഗ്രത, അതാണ് അവരുടെ രക്തസാക്ഷിത്വം. ആ രക്തസാക്ഷിത്വത്തിന് വേണ്ടി ബറാ റളിയല്ലാഹു അൻഹു ആശിച്ചിരുന്നു. പക്ഷേ ഇവിടെ ജീവനോടെ മടങ്ങുകയാണ്. അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ശേഷം പേർഷ്യയിലൊരു യുദ്ധത്തിന് പോകുന്നൊരു ഘട്ടം. അവിടെ ഇതുപോലെ റോം രാജാവിൻ്റെ സൈന്യം, ആ സൈന്യം കോട്ടക്കുള്ളിൽ കയറി ഉപരോധിച്ചു. എന്ന് മാത്രമല്ല, അവർ പുതിയൊരടവ് ഉപയോഗിച്ചു. തീയിൽ പഴുപ്പിച്ച ഇരുമ്പ് ചങ്ങലയിൽ വലിയ കൊക്കകൾ കൊളുത്തിയിട്ട് മുസ്ലിം സൈന്യത്തിലേക്ക് എറിഞ്ഞ് മുസ്ലിം സൈന്യത്തിലെ ഓരോരുത്തരെ കൊളുത്തിയെടുക്കാൻ തുടങ്ങി. ആ കൊക്കയിൽ കുടുങ്ങിയൊരു മനുഷ്യൻ മേലേക്കെത്തുമ്പോഴേക്ക് ഒന്നുകിൽ മരിച്ചു പോകും, അല്ലെങ്കിൽ മരിച്ചതിനൊക്കുമോ എന്ന രീതിയിൽ അവർ അവശരായി പോകും. അങ്ങനെ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ, അഥവാ ബറാ റളിയല്ലാഹുവിൻ്റെ സഹോദരനെ ശത്രു സൈന്യം ഈ ചങ്ങലയിൽ കോർത്തെടുക്കുന്നത്. ബറാ റളിയല്ലാഹു അൻഹു ഒട്ടും ചിന്തിച്ച് നിന്നില്ല. ചാടി ആ ചങ്ങലയിൽ പിടിച്ച് അനസ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചെടുത്തു. താഴേക്കെത്തുമ്പോഴേക്ക് തൻ്റെ ഒരു കൈയിലെ മാംസങ്ങൾ പൂർണ്ണമായി പോയി, എല്ലുകൾ മാത്രം അവശേഷിക്കുന്നു. ആ യുദ്ധത്തിൽ മടങ്ങുന്നതിന് മുമ്പേ മഹാനവറുകൾ ദുആ ചെയ്തു, പടച്ചോനെ ഇവിടെ നിന്ന് എന്നെ ജീവനോടെ മടക്കരുത്, എനിക്ക് രക്തസാക്ഷിത്വം തരണം. അധികം താമസിയാതെ വഫാത്താകുന്നു. പേർഷ്യയിലെ ഈ യുദ്ധത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ബറാ റളിയല്ലാഹു അൻഹു ഷഹീദായി. അവിടുത്തെ ആ അഭിലാഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഹാബത്തിൻ്റെ ജീവിതത്തിലെ ഒരു ലൈഫ് ഫോക്കസിങ് ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകത്ത് എനിക്കും ചെന്ന് ചേരണം. നബി തങ്ങൾ വഫാത്തായി, നബി തങ്ങൾ സ്വർഗത്തിൻ്റെ അഹലുകാരനാണ്, ഞാനും സ്വർഗത്തിൻ്റെ അഹലുകാരനാകണം, അതിന് ഷഹീദാകാൻ ഞാൻ സദാ സന്നദ്ധമാണ്. ഇങ്ങനൊരു ജീവിതം അവരുടെ ജീവിതത്തിൽ, ഇങ്ങനൊരു ജീവിതം അവർ മെസ്സേജായിട്ട്, അവരുടെ ജീവിതം കൊണ്ടുള്ള മെസ്സേജായിട്ട് അവർ സമൂഹത്തിന് നൽകുന്നു. അതുകൊണ്ട് തന്നെ അവർ കാണാൻ ഭംഗിയില്ലാത്തപ്പോഴും, ശാരീരികമായി ഒരുപക്ഷെ മറ്റുള്ളവരാകർഷിക്കുന്നൊരു ശരീര ഷെയ്പ്പില്ലാതിരിക്കുമ്പോഴും അവർ ലോകം ഉറ്റുനോക്കുന്ന, ലോകം ഇഷ്ടപ്പെടുന്ന നല്ലൊരു സെലിബ്രിറ്റിയാണ്, നല്ലൊരു താരമാണ്. ഇത്തരം മഹാന്മാരെ ഫോളോ ചെയ്യലാണ് ശരിക്കും നല്ല ബുദ്ധിശാലിയായ ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ജീവിത രീതി. അള്ളാഹു നമുക്ക് ഇത്തരം സ്വാലിഹീങ്ങളെ മനസ്സിലാക്കാനും അവരുടെയൊക്കെ വക്താക്കളാകാനും ജീവിതത്തിൽ അവരുടെയൊക്കെ ജീവിത വഴിയിൽ സഞ്ചരിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.